ഹായ് ഫ്രണ്ട്സ്, ക്യൂബർ എന്റർടൈൻമെന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു വാളാട്ട് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സൈഡ് മിറർ, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബോർഡ്, സ്റ്റിക്ക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ആ ബീഡിങ് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ് പുറത്തേക്ക് എടുക്കാം. നമ്മളിവിടെ പേപ്പർ നൈഫ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ബീഡിങ് വലിച്ചെടുക്കുമ്പോൾ കട്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഈ ബീഡിങ് ആവശ്യം വരുന്നതാണ്. ഇനി നമുക്ക് ഗ്ലാസ് ഫ്രെയിമിൽ നിന്നും ഗ്ലാസ് വേർപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം ഗ്ലാസ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലത്തെ റബ്ബറിൻ്റെ പീസ് കാണാം. അതും കൂടി വേർപ്പെടുത്തിയെടുത്തതിന് ശേഷം നന്നായി ഒരു തുണി ഉപയോഗിച്ച് ഗ്ലാസ് വൃത്തിയാക്കിയെടുക്കുക. ഗ്ലാസിൻ്റെ എല്ലാ ഭാഗവും നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് ആ ബോർഡിലേക്ക് ഗ്ലാസ് സെറ്റ് ചെയ്തൊരു പേന ഉപയോഗിച്ച് നമുക്ക് ആ റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളോട് മാർക്ക് ചെയ്തിരിക്കുന്ന റൗണ്ട് നമ്മളെ ബോർഡിൽ സ്റ്റിക്കർ ക്രമീകരിക്കാൻ വളരെയേറെ സഹായിക്കും കേട്ടോ. ബോർഡിൽ ക്രമീകരിച്ചിട്ടുള്ള സ്റ്റിക്കുകളുടെ അകലം ഒരേ രീതിയിലാക്കിയതിനു ശേഷം നമുക്ക് ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് എല്ലാ സ്റ്റിക്കുകളും ബന്ധിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഹുക്ക് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ബോർഡിൻ്റെ മുകൾ ഭാഗത്തായി 2 ഹോൾസ് ഇടാം. നമ്മളുടെ സ്ക്രൂ ഡ്രൈവറാണ് ഹോൾസ് ഇടാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നൂൽക്കമ്പി ഉപയോഗിച്ചിട്ടാണ് ഹുക്ക് ക്രമീകരിക്കുന്നത്. നമ്മുടെ ഫ്രെയിം കാർഡ്ബോർഡ് ആയതുകൊണ്ടും നൂൽക്കമ്പി ഹുക്കിനായി യൂസ് ചെയ്യുന്നത് കൊണ്ടും അത് ടൈറ്റ് ചെയ്യുമ്പോൾ തുളഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതിനുവേണ്ടി നമ്മൾ സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഭാഗം മുന്നിലായിട്ടും പുറകിലായിട്ടും വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക എന്നതാണ്. ചെറിയതാക്കി മുറിച്ചെടുത്ത സ്റ്റിക്ക് നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. നമ്മൾ പശ വെച്ച് ഒട്ടിക്കുന്ന ഭാഗം ലെവലായി നിൽക്കുവാൻ വേണ്ടിയാണ് ഷേപ്പ് ആക്കി എടുക്കുന്നത്. സ്റ്റിക്കുകളൊക്കെ ഒന്നിടവിട്ട് നമ്മൾ മുകളിൽ ഒട്ടിച്ചതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രമീകരിച്ച സ്റ്റിക്കുകളെല്ലാം തന്നെ ഗ്ലൂ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഫ്രെയിം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രെയിം ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിന് നമ്മൾ യെല്ലോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ സിംഗിൾ കളറിലാണ് ഫ്രെയിം മുഴുവനായിട്ടും പെയിൻറ് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം കളർ ചേഞ്ച് ചെയ്യാം. ഫ്രെയിം മുഴുവനായിട്ടും ചെയ്തതിന് ശേഷം നമുക്ക് ബീഡിങ് കൂടി കളർ ചെയ്തെടുക്കേണ്ടതുണ്ട്. ബീഡിങ്ങിൻ്റെ കളർ മാറ്റം നമ്മൾ ചെറുങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട്. ബ്ലൂയിലേക്കാണ് ബീഡിങ്ങിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രെയിമിലേക്ക് ഗ്ലാസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ഒന്ന് ലെവലായി നിൽക്കുവാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ബീഡിങ് കൂടി വെച്ചതിന് ശേഷം ബീഡിങ്ങിൻ്റെ ചുറ്റുഭാഗത്തായി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ഔട്ട് കാണാം.